ചിലര് അറിയാതെ. ആ പറയണ. എന്തോ നജിയണ്ണ ഇത്? ഞാൻ ലിസ്റ്റിൽ പ്രത്യേകം എഴുതിയല്ലേ ലൈറ്റ്സ് തന്നെ വേണമെന്നോ. വക്കീൽ അതേ വലിക്കുള്ളൂ, അതല്ലേ? അണ്ണാ ഇവിടുത്തെ അവസ്ഥയൊക്കെ അണ്ണൻ അറിയാവുന്നതല്ലേ. റിസോർട്ടെന്ന് ബോർഡിൽ എഴുതി വെക്കാനേ കൊള്ളൂ. നേരം വണ്ണം ഒരു ബുക്കിംഗ് കിട്ടിയിട്ട് കാലം എത്രയെന്ന് അറിയാമോ? എന്നിട്ടും ഞാൻ പിടിച്ചു നിൽക്കുന്നത് എല്ലാ ആഴ്ചയും വരുന്ന ഈ ഐറ്റങ്ങളെ വെച്ചിട്ടാ. മുതലാളി ഒന്നും തരുന്നില്ല, അതിന്റെ ഇടയ്ക്കൂടെ അണ്ണനും കൂടെ പണിയല്ലേ. ആ എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിക്കും. ഒരു 7-7:30 ആകുമ്പോ കിട്ടിയാൽ മതി. അപ്പോഴത്തേക്ക് അവരൊക്കെ വരുള്ളൂ. പറയാനുണ്ടോ? ഇവിടുത്തെ ചടപ്പൊന്ന് മാറി കിട്ടുന്ന ഇവരെ പോലുള്ള ആൾക്കാർ ഇവിടെ വന്ന് കുത്തി മറയുന്ന കാണുമ്പോഴാ. നമ്മുടെ വക്കീല് അപ്പൊ എത്രയും പെട്ടെന്ന് BMW റോൾസ് റോയ്സിലോട്ട് കയറട്ടെന്ന് ഞങ്ങളെല്ലാം കൂടി ആശംസിക്കുന്നു അല്ലേ? നമ്മുടെ നാട്ടിലെ ക്രൈമുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് അത് എത്രയും പെട്ടെന്ന് നടക്കാൻ സാധ്യതയുണ്ട്. അണ്ണാ, നിങ്ങളുടെ BMW ചുറ്റും നമ്മുടെ അടുക്കളയിലെ ഫയൽ കിടന്ന് വരവുന്നുണ്ട്. ഈ പയ്യന് വണ്ടി എടേ എന്റെ യൂട്യൂബ് ചാനലൊന്ന് ഹിറ്റ് ആയിക്കോട്ടെ, ഞാനും വാങ്ങും ഇതുപോലെ ഒരെണ്ണം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം യൂട്യൂബ് ചാനലിന്റെ ഭാവി കബഡി നിരത്തി നോക്കിക്കൂടെ? എടാ ഞങ്ങള് ജോത്സ്യന്മാര് സ്വന്തം ഭാവി നോക്കാറില്ല. വർക്കാവില്ല. കള്ളത്തരം 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 ചുമ്മാ ഇങ്ങനെ തള്ളി കിടക്കുവാ. ഞാൻ ഇപ്പൊ എത്തല്ലോ, ഒരു 15 മിനിറ്റ് ഉറപ്പ്. പിക്കോ ഒരു സെക്കൻഡ് കേട്ടാ. എന്താ നിർത്തിയേ? ദേ ഈ ഊള പരിപാടി ഇപ്പൊ നിർത്തിയേക്കണം. ഓ, വീട്ടിൽ നിന്ന് കേറിയപ്പോ മുതൽ തുടങ്ങിയ സൊള്ളലാണല്ലോ. ഒന്നെങ്കിൽ നീ ഫോൺ വെക്ക്, അല്ലെങ്കിൽ നീ ഓട്ടോയും വിളിച്ച് പോവാൻ നോക്കും. എടാ ഞാൻ വിളിക്കാട്ടാ. കോളേജിൽ ചെന്നാലേ ആ തിരുമോന്ത കാണാൻ തന്നെയല്ലേ പോണത്. ഹലോ, എന്റെ പടോ എവിടെ? അടിപൊളി. നീ മോഡലിംഗ് തുടങ്ങിയിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. ഓ സർപ്രൈസ് ആയിരിക്കും അല്ലേ? സത്യം പറ, എത്ര രൂപ കിട്ടി? ദേ ഞാൻ വല്ല പറഞ്ഞോണ്ടല്ലോ, സത്യമായിട്ട് എനിക്കിത് അറിയില്ല. പിന്നെ നീ അറിയാണ്ടാണോ നിന്റെ പടം ഇതുപോലെ തന്നെ വരച്ചു വെക്കണേ? എടി ഞാൻ കള്ളം പറഞ്ഞതല്ല. എന്നാലും അങ്ങനെയാണോ കാര്യങ്ങള്? എന്നാലേ ഇത് വെറുതെ വിട്ടെടുത്തൂടാ. നീ നമ്പർ ഒന്ന് വായിക്കേ. എന്റെ പൊന്നു പെങ്ങളെ, മനസ്സാവാതെ ഞാനത് അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണോ കറക്റ്റ് ആയിട്ട് ഇവളുടെ പടം തന്നെ വരച്ചു വെച്ചത്? പരസ്യം കാണിച്ചാലേ കടയിൽ ആളുകൾ വരുവുള്ളെന്ന് നാട്ടുകാർ പറഞ്ഞപ്പം ഞാനാ ആ ഫൈനാൻസ് പിള്ളേരോട് പടം വരയ്ക്കാൻ പറഞ്ഞത്. എന്തായാലും പടം വരയ്ക്കാൻ. അപ്പോൾ അവർ പറയാ അവരുടെ അനുവാദം ഇല്ലാതെ പടം വരച്ചു കഴിഞ്ഞാൽ അവർ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആകെപ്പാട് വിഷമിച്ചിരുന്നപ്പോൾ ഫോൺ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഉഗ്രനോട് കിഴക്കാച്ചി പെണ്ണ് ഫോട്ടോ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ പെണ്ണ് കൊള്ളാവെന്ന് ചോദിച്ചു. ഞാൻ നോക്കിയിട്ട് നല്ല പെണ്ണ്, അവന്റെ ഭാവനയെ വരച്ചതാന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു പെണ്ണ് ലോകത്ത് ജീവിച്ചിരിപ്പില്ലെന്ന് പറഞ്ഞപ്പോ പിന്നെ ഈ നിൽക്കുന്ന ആരടോ? കേട്ടോ, അതാ എനിക്ക് മനസ്സിലാവാത്ത. പെങ്ങൾ മോഡലാ? ചാരു, ഇവനൊക്കെ പിന്നെ കാണാം. ആദ്യം ഫൈൻ ആർട്സ് കോളേജ് വാ. പെങ്ങളെ കേസാക്കല്ലേ? ഓ ഇത് കേസാവും.
എങ്ങനെയുണ്ട് എതിരേടാ? ഇഷ്ടപ്പെട്ടോ? താങ്ക് യു ഏട്ടാ, താങ്ക് യു. താങ്ക്സ് ഡാ. താങ്ക്സ്. നീ ക്യാൻറ്റീനിലോട്ട് പോലെ എന്നാ നമുക്ക് അവിടെ വെച്ചാൽ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ? എവിടുന്ന് എന്റെ ഫോട്ടോ കിട്ടിയേ? അല്ല, എന്റെ അനുവാദമില്ലാതെ എന്റെ പടം വരയ്ക്കാൻ തന്നോട് ആരാ പറഞ്ഞത്? അന്നേരം ഒരു മുഖം വേണം തോന്നിയപ്പോ മനസ്സിൽ വന്നൊരു മുഖം വരച്ചോന്നേ ഉള്ളൂ. അത് താനാകുമെന്ന് സത്യത്തിൽ ഞാൻ കരുതിയില്ല. എന്നാലും ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഞാൻ വരച്ചതിനേക്കാൾ കൊള്ളാട്ടോ തന്നെ കാണാൻ. ചാരു, ഇവൻ പറയണ മൊത്തോടായിപ്പാ. നമുക്കേ പോലീസ് കംപ്ലൈന്റ് ചെയ്യാം. അയ്യോ, ഞാൻ പറഞ്ഞ സത്യമാ. ഞാൻ അറിയാതെ തന്നെ വരച്ചതാ. സോറി. ഞാൻ തന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഞാനൊന്നും പറയണ്ട. ചാരു വാ, പോലീസിനോട് നിക്ക് ഒരു മിനിറ്റ് പ്ലീസ്. ഇയാൾ ഈ മുഖം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. താനോ? നീ കൊച്ചിന്റെ മുന്നേ കണ്ടിട്ടുണ്ടോ? എടി, ഇത് ഞാനാ. ഇവളുടെ ചേർത്തല മുഖം ഇവനങ്ങനെ അറിയാം. അതെ, ഒന്ന് നിക്കോ. ഹസ്ബൻഡിന് എപ്പോഴും സംശയമാണേ. ഒരു ഫോൺ കോൾ വരാൻ പാടില്ല, അപ്പോൾ തുടങ്ങും സംശയം. സത്യം പറഞ്ഞ മടുത്ത്. ചിലപ്പോൾ തോന്നും ചത്ത് കളഞ്ഞാൽ മതിയെന്ന്. കൊച്ചെന്നാത്തിനാ വിഷമിക്കുന്നേ? ഇതെല്ലാ വീട്ടിലും നടക്കുന്നതല്ലേ. അങ്ങനെ നോക്കിയാ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട സമയമേ കഴിഞ്ഞു. ഉദയേട്ടനില്ലായിരുന്നെങ്കിൽ എപ്പോഴും ഞാൻ ആത്മഹത്യ ചെയ്തേനെ. ഓ, നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയാതെ കൊച്ചു സന്തോഷമായിട്ട് പോയിട്ട് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ട് വാ. ചെല്ലേ ഓ. അണ്ണാ, 24 മണിക്കൂറും ജിമ്മി കിടന്ന് മരിച്ചിട്ട് നീര് വന്നല്ലാതെ ഒരു പരിപാടി നടക്കലാണ്. എന്നാലും ഇത് എങ്ങനെയാണ് ഇത്? അണ്ണാ, പറഞ്ഞു വരുമ്പോ നിങ്ങളുടെ പകുതി ഗ്ലാമർ പോലും എനിക്കില്ല. ഓ, അതിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ ഈ പെണ്ണെന്ന് പറയുന്നത് പണ്ടാരാണ്ട് പറയുന്നത് പോലെ പൂച്ചക്കുട്ടി അണ്ണാ. ഈ ഭർത്താക്കന്മാര് കൊടുക്കാത്തൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. അതെന്താണ് ആ സാധനം? സ്വാന്തനം. സാന്ത്വനം. അതൊരു പോയിന്റാണ്. അണ്ണാ, ഇവളൊക്കെ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ്. ലിസണർ ആവണം. വിഷമിച്ചിരിക്കുമ്പോ ഉണ്ടല്ലോ ഒരു തലോടൽ, പിന്നെ പൂച്ചക്കുട്ടീന്നൊരു വിളി, അത്രേ ഉള്ളണ്ണാ. അത് മതി, ഇനി പോരും. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഇവളെ വിളച്ച എങ്ങനെയാണെന്ന് അറിയുമോ? അതൊരു കഥയാണ്. ഒരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? ഉപ്പിട്ട ഒരു നാരങ്ങ വെള്ളം ഈ ചൂടത്തേക്ക് ബെസ്റ്റ് അല്ലേ? ആ, ബെസ്റ്റ് ഒക്കെ തന്നെയാ. പക്ഷെ ഉറുപ്പിയ രണ്ടു മൂന്നങ്ങ് മാറും. പോട്ടെന്നേ, കുറച്ചൊക്കെ സുഖിച്ചില്ലെങ്കിൽ പിന്നെ ഈ സമ്പാദിക്കണല്ലോ എന്താ അർത്ഥം? നമുക്കൊന്ന് സൂഹിക്കണ്ട കോപ്പുകളെ. അതല്ലേ നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നേ. നിങ്ങക്ക് വേണേ ഒന്നുകൂടെ എടുത്ത് കഴിച്ചോ. ഇത് കുറിച്ച് കരള് വീർക്കുമെന്നല്ലാതെ ഇതെല്ലാം ഞാൻ പറഞ്ഞ സുഖം. വക്കീലെ, നിങ്ങൾ കാര്യം തെളിച്ചു പറ. ശോകാണ് കമലാസന. കല്യാണം കഴിഞ്ഞതിന് ശേഷം ശോക. ഓ, കല്യാണം കഴിച്ചില്ലല്ലോ ഷോ. അണ്ണ ഓരോരുത്തന്മാര് സെറ്റ് ചെയ്യണോ?
കൊതിയോ. എടാ അതിന് മൈഥുന യോഗം വേണം. ആ യോഗം കിട്ടാനും ഒരു യോഗം വേണം അല്ലേ? ഉള്ളത കമലാസന. കടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കമലാസനൻ ജയകൃഷ്ണൻ പോകണ്ട. ഐ ലവ് യു. അതാണ്. നോക്കടേ ഒരു പടി എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. ദീപ്തി. ദീപ്തി നല്ല ആര്? നിന്റെ ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സീരിയലിലെ നായിക. നടക്കുവോ? പെടക്കാതടാ. നടക്കോ കമലു? നടക്കും, ഞാൻ നടത്തിക്കും. പക്ഷെ സംഗതി കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഇതിനോട് എന്ത് ചെയ്യണം? ഒരു ആർത്തി കണ്ടില്ല അവന്റെ. എന്റെ അണ്ണ കന്യകനാണ്. പിന്നെ ഈ കമല് ചുമ്മാ തള്ളി മറിക്കുള്ളൂ. അണ്ണൻ കേട്ടെ, നമ്മൾ മൂന്നുപേരും കൂടെ സെറ്റ്. അതാണ്. അവിടെ ഒന്നും കാണിച്ചേ പൊളിക്കും. ഇത് നടക്കും. ഇത് കമലാസിനെ കൊണ്ട് മാത്രം നടക്കൂ. ലാസ്റ്റേ തരുള്ളേ. ലാസ്റ്റെങ്കിൽ ലാസ്റ്റ്, എന്നാലും കുഴപ്പമില്ല. ഞാൻ എല്ലാം പോയി ഒന്ന് സെറ്റ് ഇട്ടിട്ട് വരട്ടെ. സെറ്റ് ചെയ്യണ പുഷ്പനെ വിളിക്കണം. ഒരു റെസ്റ്റോറന്റിൽ പോവാ. ഫുഡ് അടിക്കാനല്ലടോ, ഒരു പെണ്ണ് കാണാൻ. ഇവിടെ ഒരാൾ മനസ്സിൽ തോന്നിയ പെൺകുട്ടിയുടെ മുഖം വരയ്ക്കുന്നു. ആ പെൺകുട്ടിയാണെങ്കിലോ യഥാർത്ഥത്തിൽ പടം വരച്ച ആളുടെ മുമ്പിൽ വന്നിരിക്കുന്നു. അതും സംഗീത കോളേജിൽ പഠിക്കുന്നു. ഇതെന്തോന്നടേ, തെലുങ്ക് സിനിമയോ? എടാ ഞാൻ പറഞ്ഞ സത്യമാ. ഞാൻ അവളോട് ജസ്റ്റ് ഇപ്പോൾ ചാറ്റ് ചെയ്തേ ഉള്ളൂ. ഇന്നവളുടെ പെണ്ണ് കാണില്ല. എടാ പെണ്ണ് കാണലല്ലേ ആയിട്ടുള്ളൂ, കല്യാണമൊന്നും ആയിട്ടില്ലല്ലോ. നീ കാര്യം തുറന്നു പറയടാ. അല്ലടാ അതിപ്പോ അതെ, ഈ പെമ്പിള്ളേർക്ക് മുഖത്തൊക്കെ സംസാരിക്കുന്ന ആമ്പിള്ളേരെ ഇഷ്ടം. ഷാരുത തോമസ്. പേര് കൊള്ളാം. അതെ അവള് അവിടെ എത്തിയോ? ആ ജസ്റ്റ് ഇതാ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എവിടുന്നാ പയ്യൻ? ആളെങ്ങനെയുണ്ട്? നേരത്തെ അറിയുന്നവരാടോ, കുറച്ചു നാളായിട്ടുള്ള അഫെയറാ. ഓ അടിപൊളി. താൻ ലക്കിയാടോ, ഇഷ്ടപ്പെട്ട ആളെ തന്നെ കിട്ടിയല്ലോ. അതിന് കല്യാണം കഴിക്കാൻ പോണ ഞാനല്ല. സത്യമായിട്ടും? എടോ അവരോട് വെയിറ്റ് ചെയ്യാം, ഞാൻ പിന്നെ വിളിക്കാടോ. ആ ഓക്കെ 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 ഓക്കെ. വന്നല്ലോ. ഇതാ എന്റെ ഇളയാണ് ചാരു. ദീപു പറഞ്ഞിരുന്നു ഡാൻസ് പഠിക്കണല്ലേ? ആ അതെങ്കിലേ BA മോഹിനിയാട്ടം. അപ്പൊ ഞങ്ങൾക്ക് ഇനി ഡാൻസ് കാണാൻ അങ്ങോട്ട് വന്നാൽ മതിയല്ലോ. മൂത്തവൾക്ക് എഞ്ചിനീയറിംഗ് ആയിരുന്നു താല്പര്യം, ഇവൾക്ക് ഡാൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതേ, ഈ കല്യാണത്തിന് എൻ്റെ കുടുംബക്കാരും സഹകരിക്കില്ല. ചിലപ്പോൾ പള്ളിയിൽ നിന്നും താക്കീത് വരാൻ സാധ്യതയുണ്ട്. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. എനിക്ക് വലുത് എൻ്റെ മോളുടെ ഇഷ്ടമാണ്. ആര് സഹകരിച്ചില്ലേലും ഞാൻ ഈ കല്യാണം നടത്തും. ഇവിടെ മോശമൊന്നുമല്ല, പള്ളിയും പള്ളിക്കാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര മോശമൊന്നുമല്ല. ഞങ്ങളുടെ കൂട്ടരും എന്തേലും പ്രശ്നം കൊണ്ടുവരും. അതൊക്കെ ഇന്നത്തെ കാലത്ത് ആര് നോക്കാനാ? എന്നാ പിന്നെ ഞങ്ങൾ ഒരു ദിവസം കുറിച്ച് ഇങ്ങോട്ട് വരാം. ആയിക്കോട്ടെ. സാറിവിടെ വേറെന്തെങ്കിലും? മോളൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും വേണ്ട. ഏയ് അത് പറ്റത്തില്ല. കല്യാണ പെണ്ണിന്റെ അനിയത്തിയെ പട്ടിണി കിടാൻ പറ്റത്തില്ല, ദേവദോഷം ഉണ്ടാവും. എന്നൊരു ചായ മതി. ഇന്നൊരു ചായ. ഓക്കെ സാർ. നിന്റെ അമ്മായിപ്പൻ്റെ കോമഡി ഊളിയാണ്, അനിയൻ ചെറുക്കൻ ഊളിയാണ്.